ബ്രിട്ടന്റെ കാര്യം ബഹുതമാശയാണ്. 50,000-ഓളം ഒഴിവുകളുണ്ട് എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ 3-4 വർഷം ഓടി നടന്ന ലോകത്തെമ്പാടുമുള്ള നഴ്സുമാരെ UK-യിലെത്തിച്ചു. 3 മാസം സൗജന്യ താമസവും വിമാനക്കൂലിയും വിസ ഫീസും വരെ വാഗ്ദാനം ചെയ്തു. ഇത് നൽകുകയും ചെയ്തു. കൂടാതെ റിക്രൂട്ട്മെന്റ് ഏജന്റുമാർക്ക് ഓരോ നഴ്സിന്റെയും പേരിൽ പ്രത്യേകം കമ്മീഷനും നൽകി. റിക്രൂട്ട്മെന്റിന് വേണ്ടി നിരവധി NHS മാനേജർമാർ ലക്ഷങ്ങൾ മുടക്കി ഇന്ത്യയിലും ഫിലിപ്പീൻസിലും പോയി. എന്നിട്ടും തൃപ്തി പോരാതെ നഴ്സാകാനുള്ള ഇംഗ്ലീഷ് യോഗ്യതയിൽ ഇളവ് നൽകി. UK-യിൽ ഒരു നിശ്ചിത കാലം കെയററായി വർക്ക് ചെയ്ത വിദേശ നഴ്സിംഗ് യോഗ്യത ഉള്ളവർക്ക് പരീക്ഷകളില്ലാതെ പിൻ നമ്പർ നൽകി നഴ്സാക്കി. UK-യിൽ എത്തിയെങ്കിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡന്റ് വിസയിൽ എത്തി നഴ്സിംഗ് പാസ്സായാൽ അപ്പോൾ തന്നെ പിൻ നമ്പർ നൽകി യോഗ്യത ഉറപ്പാക്കി. വെയിൽസിലൊക്കെ ആണെങ്കിൽ സൗജന്യമായി നഴ്സിംഗ് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തു. ഇങ്ങനെ നഴ്സിംഗ് ക്ഷാമം പരിഹരിക്കാൻ ചെയ്ത കാര്യങ്ങൾക്ക് കണക്കില്ല. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. നഴ്സിംഗ് പാസ്സാകുന്ന ബ്രിട്ടീഷുകാർക്ക് പോലും നിയമനമില്ല. പിൻ നമ്പർ ലഭിച്ച ഏതാണ്ട് 4,000-ഓളം പേർ തൊഴിൽ തേടി അലയുന്നു. പിടിച്ചു നിൽക്കാൻ പബ്ബിൽ വരെ പണിയെടുക്കുന്നു. ദേശവ്യാപകമായി തന്നെ നഴ്സുമാരുടെ ഒഴിവുകൾ ഉള്ളപ്പോഴാണ് പലർക്കും അതിഥി സൽക്കാര മേഖല ഉൾപ്പെടെ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യേണ്ടതായി വരുന്നത്. രോഗികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയായ നഴ്സുമാരില്ലെന്ന് ഈ മാസവും റോയൽ കോളേജ് ഓഫ് ലണ്ടൻ പറഞ്ഞിരുന്നു. ഏകദേശം 81% നഴ്സുമാരും ഇതിനോട് യോജിക്കുകയാണ്. അടുത്തിടെ RCN നടത്തിയ പഠനത്തിൽ വ്യക്തമായത് നഴ്സിംഗിന്റെ എല്ലാ മേഖലകളിലും കൂടി 34,000 ഒഴിവുകൾ ഉണ്ടെന്നാണ്. നഴ്സുമാരുടെ കുറവ് ഉള്ളതിനാൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ജോലി ചെയ്യേണ്ടതായി വരുന്നു എന്നാണ് ഒരു നഴ്സ് പറഞ്ഞത്. ഇത്തരത്തിൽ NHS-ൽ നഴ്സുമാരുടെ കുറവുണ്ടായിട്ട് പോലും പുതിയതായി യോഗ്യത നേടിയ പല നഴ്സുമാരും ജോലി കണ്ടെത്താൻ വിഷമിക്കുകയാണ്. പുതിയതായി യോഗ്യത നേടിയ റേച്ചൽ എന്ന 21-കാരി പറയുന്നത് ചുരുങ്ങിയത് 4 ജില്ലകളിലെങ്കിലും നഴ്സിംഗ് ജോലിക്കായി അപേക്ഷകൾ അയച്ചിട്ടുണ്ട് എന്നാണ്. പ്രതികരണമൊന്നും ലഭിക്കാത്തതിനാൽ ഇപ്പോൾ അവർ അതിഥി സൽക്കാര മേഖലയിൽ താൽക്കാലികമായി ജോലി ചെയ്യുകയാണ്. നിരവധി യോഗ്യത നേടിയ നഴ്സുമാർ ജോലിക്കായി കാത്തിരിക്കുന്ന സമയത്ത് ജീവിത ചെലവുകൾക്കായി പണം കണ്ടെത്താൻ ബാറുകളിലും മറ്റും ജോലി ചെയ്യുന്നുണ്ടെന്നും അവർ പറയുന്നു. കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പ്രകാരം ഒഴിവുകളേക്കാൾ 4,000-ഓളം അധികം നഴ്സിംഗ് മിഡ്വൈഫറി ഗ്രാജുവേറ്റുകളാണ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നത്. നഴ്സിംഗ് യോഗ്യത നേടിയാലും ഒരു ജോലി ലഭിക്കാൻ 1 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാമെന്നാണ് ചില യൂണിവേഴ്സിറ്റി ലെക്ചറർമാരും വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ചില പ്രദേശങ്ങളിൽ ഒഴിവുകൾ ഉള്ള തസ്തികയുടെ 3 ഇരട്ടി വരെ അതിനുള്ള യോഗ്യത നേടിയവരുണ്ടെന്ന് സർക്കാർ കണക്കുകളും വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിക്ക് നഴ്സിംഗ് യോഗ്യത നേടണമെങ്കിൽ ചുരുങ്ങിയത് 2,300 മണിക്കൂർ നേരത്തെ സൗജന്യ സേവനം നൽകണം. മാത്രമല്ല ഏകദേശം 30,000 പൗണ്ടോളം 3 വർഷത്തെ കോഴ്സിനായി ചെലവാക്കുകയും വേണം. ചുവപ്പ് നാടയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം പല പുതിയ തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. അതേസമയം നിലവിൽ നിയമനം നടത്തുന്ന തസ്തികകളിലേക്കാണെങ്കിൽ പ്രവൃത്തി പരിചയം നിർബന്ധവുമാണ്. മാത്രമല്ല ഇപ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ പറയുന്നുണ്ട്.